ബാഴ്സലോണയുടെ ഇതിഹാസ താരം സാവി ഹെർണാണ്ടസ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനാകാൻ ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തെ അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഫണ്ടിന്റെ അഭാവമാണ് നിരസനത്തിന് പ്രധാന കാരണമായി AIFF ചൂണ്ടിക്കാട്ടിയത്. സാവിയുടെ അപേക്ഷ ആദ്യം തമാശയായി കരുതി തള്ളിക്കളഞ്ഞെങ്കിലും അപേക്ഷയുടെ ആധികാരികത സുബ്രത പോൽ സ്ഥിരീകരിച്ചു. സാവിയുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നത് ശരിയാണെന്നും AIFF-ലേക്ക് ഇമെയിൽ വഴിയാണ് അപേക്ഷ ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം സാവി ആവശ്യപ്പെട്ട ഉയർന്ന പ്രതിഫലം AIFF-ന് താങ്ങാൻ കഴിയാത്തതിനാൽ അപേക്ഷ പരിഗണിക്കാതിരിക്കുകയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീം നിലവിൽ പരിശീലകനില്ലാത്ത സാഹചര്യത്തിലാണ്. മുൻ പരിശീലകനായ മനോലോ മാർക്കസ് ദേശീയ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. AIFF-ന്റെ ടെക്നിക്കൽ കമ്മിറ്റി പുതിയ പരിശീലകനെ തെരഞ്ഞെടുക്കുന്നതിനായി 170-ലധികം അപേക്ഷകൾ പരിശോധിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് കോൺസ്റ്റന്റൈൻ, സ്റ്റെഫാൻ ടാർക്കോവിച്ച്, ഗാലിദ് ജമീൽ എന്നിവരടങ്ങിയ അന്തിമ പട്ടികയാണ് ടെക്നിക്കൽ കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഇതിൽ ഗാലിദ് ജമീലിനാണ് സാധ്യത കൂടുതൽ. സാവിയെ പോലെയുള്ള ഒരു പ്രശസ്ത പരിശീലകന്റെ താൽപര്യം ഇന്ത്യൻ ഫുട്ബോളിനോട് ഉണ്ടായിരുന്നത് ആവേശം പകർന്നെങ്കിലും സാമ്പത്തിക പരിമിതികൾ മൂലം ഈ അവസരം നഷ്ടമായത് ആരാധകർക്കിടയിൽ നിരാശ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.